ഗൈസ് ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ എൻ്റെ കൂട്ടുകാരത്തിൻ്റെ ബർത്ത്ഡേ പാർട്ടി. ഫസ്റ്റ് തന്നെ ലാക്മിൻ്റെ സൺസ്ക്രീമാണ്. ഇതൊരു ടിൻറ്റഡ് സൺസ്ക്രീമാണ്. SPF 50+++++ ആണ്. ഐ തിങ്ക് ഒരു 1 year 2 years ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീമാണിത്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു ഫൗണ്ടേഷൻ ഇട്ട ഫീലാണ് ശരിക്കും, ബട്ട് അത് ക്യാമറയിൽ കാണുന്നില്ല. മാൾസിൻ്റെ ഇത് വൈറ്റ് നൈറ്റ് 05 ആണിത്. ജസ്റ്റ് ഞാനിത് ഔട്ട്ലൈൻ വരക്കുക. ഇത് ഞാൻ പല രീതിയിലിടും. അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ മാൾസിൻ്റെ തന്നെ സെസ്റ്റി സൂമ്പ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണിത്. ഇത് അപ്ലൈ ചെയ്യും. ഇത് ഇൻസൈഡിൽ അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ഒരു ന്യൂഡ് ഷെയ്ഡ് ഉള്ളിൽ അപ്ലൈ ചെയ്യും. ഇതാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കുറച്ചാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐലൈനറാണ്. നല്ല ഐലൈനറാണ്. മാൾസിൻ്റെ തന്നെ ഫ്രീ ഫ്ലോ എന്ന് പറഞ്ഞൊരു ഐലൈനറാണിത്. ഫോണിൽ നോക്കി കണ്ടെഴുതാൻ വലിയ വശമില്ല. ഇതൊരു നല്ല ഐലൈനറായിട്ട് ഇത് കുറേ നേരം ലാസ്റ്റ് ചെയ്യും. ഞാൻ നോർമൽ വാട്ടറിൽ കഴുകാൻ കുറച്ച് നേരം ഞാൻ സ്മഡ് ചെയ്യേണ്ടി വരും ഇത് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ മേക്കപ്പ് ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ വെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ജീൻസും ഈ ഒരു ബനിയനുമാണ്. ഈ വീഡിയോ എൻ്റെ അനിയൻ കാണുന്നുണ്ടെങ്കിൽ അവൻ്റെ ഇന്ന് നല്ല ചീത്ത കിട്ടും. എന്താണെന്ന് വെച്ചാൽ ഇത് അവൻ്റെ ബനിയനാണ്. അവന് ഇഷ്ടമല്ല ഞാൻ അവൻ്റെ ബനിയൻ ഇടുന്നത്. പക്ഷെ എനിക്ക് എൻ്റെ അനിയനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും അവൻ്റെ ബനിയനും ജീൻസും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും എനിക്ക് പാകം ആവുന്നത് കൊണ്ടും ഞാൻ അവൻ്റെ ഇടും. ഗൈസ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അനിയൻ ഈ വീഡിയോ കാണുമ്പോൾ എന്ത് പറയുമെന്ന് പോലും എനിക്കറിയത്തില്ല. അവന് ഇഷ്ടമല്ല സത്യത്തിൽ ഞാൻ അവൻ്റെ ഡ്രസ്സ് ഇടുന്നത്. അവനിപ്പോൾ വീട്ടിലില്ല, അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ ബനിയൻ എടുത്തിട്ടത്. അല്ലെങ്കിൽ അവൻ എൻ്റെ വീടിൻ്റെ പുറത്തേക്ക് പോലും ഇറക്കത്തില്ല. പിന്നെ മിക്കപ്പോഴും മുടി ജസ്റ്റ് ഇങ്ങനെ ആക്കി 2 കൈ വെച്ച് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ മുടി സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.